ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ജഗന് മാത്രമാ. അതിന്റെ പഴി മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്നത് തികഞ്ഞ വിവരക്കേടാ. അച്ഛനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്താ ചേച്ചി പ്രശ്നം? വന്ദനെ, നീ ഹരിതയായിട്ട് സംസാരിക്കണം. വീട് മാറുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കണം. ഞാൻ പറഞ്ഞ ഹരിത കേൾക്കുന്നു തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? അവളുടെ കണ്ണിൽ അവളുടെ കുഞ്ഞിനെ വിഷം കൊടുത്തു കൊന്ന കാതികയല്ലേ ഞാൻ. ആ തെറ്റിദ്ധാരണ ഇതുവരെ അവള് മാറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഹരിതയോടൊന്ന് സംസാരിച്ചു നോക്കാം. ശരി വന്ദനെ. സുചിത്രേച്ചിയെ വിളിച്ചത്. മനോജും ഹരിതയും വീട് മാറുന്ന പ്രശ്നത്തെ ചൊല്ലി വീട്ടിലും വഴക്ക് നടക്കുക. മനോജിന്റെ പക്ഷം ചേർന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും താറടിക്കാൻ ശ്രമിക്കുക അവിടെ പ്രകാശേട്ടൻ. ജഗൻ വിചാരിച്ചാലേ ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. തൽക്കാലം വീടുമാറ്റം വേണ്ടെന്ന് ഹരിതയെ ഒന്ന് ഉപദേശിച്ചൂടെ? ഉപദേശിക്കാം. പക്ഷേ ദൈവം തമ്പുരാന് പോലും ഹരിതയെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ നിലപാടും ഹരിതയ്ക്ക് അനുകൂലമാണല്ലോ. എന്തായാലും വന്ദന പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഹരിതയോടൊന്ന് സംസാരിച്ചു നോക്കാം. സംസാരിച്ച് നോക്കാന്നല്ല, ജഗൻ ഹരിതയെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. വാ. ഹരിതേ, നീ എങ്ങോട്ടാ? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണെന്ന് എനിക്കറിയാം. കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ പോവാന്ന് വിചാരിച്ചത്. മനോജിനെ കൂട്ടി പുതിയ വീട്ടിലേക്ക് പോകുന്ന പ്ലാൻ ഉടനെ വേണ്ട. ഹോ, ഭാര്യയുടെ ഉപദേശമായിരിക്കും ചേട്ടൻ എന്റെ മുമ്പിൽ നിന്ന് വിളമ്പെന്ന്. ഹരിതേ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നീ വന്ദനയോ മറ്റാരെയോ നോക്കണ്ട. ഇത്രയും കാലം നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച നിന്റെ മനോജന്റെ അച്ഛനും അമ്മയും മാത്രം നോക്കിയാൽ മതി. വയസ്സുകാലത്ത് അവരോട് കാണിക്കുന്ന ഒരു ഔദാര്യമായിട്ട് കൂട്ടിയാലും മതി. നമ്മളെപ്പോലെ വിശാലമായ കാഴ്ചപ്പാടുള്ളവരല്ല അവര്. വീട് മാറ്റവും മക്കളെ കാണാതുള്ള ജീവിതമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാ. അതവർക്ക് സഹിക്കാൻ കഴിയില്ല മോളെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജീവിക്കാനുള്ള എല്ലാ വഴിയും മുട്ടിയപ്പോഴേ ഭാര്യയും കൊണ്ട് വാടക വീട്ടിൽ താമസിക്കാൻ തയ്യാറായ ആളാ ഏട്ടൻ എന്ന കാര്യം മറക്കണ്ട. ഏട്ടന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം. അതുപോലെ എന്റെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാ അച്ഛൻ തുറന്നു തന്നിരിക്കുന്നത്. ആ വഴി അടച്ച് സ്വന്തം ജീവിതം മുട്ടിക്കാൻ ഞാൻ തന്നെ കൂട്ടു നിൽക്കണമെന്നാണോ ഏട്ടൻ പറയുന്നേ? അത് കൊള്ളാം. നല്ല അന്തസ്സായ ചോദ്യം മോളെ. അതെ, ഹരിതമോളുടെ കുടുംബകാര്യത്തിൽ ആരും ഇടപെടണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അതെ, ഹരിതയും മനോജും പുതിയ വീട്ടിലേക്ക് താമസം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അച്ഛാ, മനോജ് പോകുമ്പോ എന്റെ അച്ഛനും അമ്മയും ആകെ തളർന്നു പോവും. അതോർത്തെങ്കിലും. അതോർത്തിട്ടാണ് എന്റെ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാനിപ്പോ പറഞ്ഞത്.
എന്റെ കുടുംബത്തെ അപമാനിക്കാൻ ഒരുപാട് കൂട്ടുന്നതാ മാധവനും ചന്ദ്രികയും. മകളുടെ കാര്യത്തിൽ മാത്രമല്ല, മകൻ ജഗന്റെ കാര്യത്തിലും അവരെന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. മനോജിന്റെ വീട് മാറ്റം അവർക്ക് സങ്കടമാകുമെങ്കിൽ അതിനെ ആഘോഷമാക്കി മാറ്റാനാണ് കുറുപ്പിനിഷ്ടം. അത് കുറുപ്പിന്റെ പകയാണെന്ന് നീ അങ്ങ് കരുതിക്കോ. കഷ്ടം. ഹരിത മനോജിനൊപ്പം ഒളിച്ചോടി പോയെങ്കിൽ ആ കാര്യത്തിൽ രണ്ടുപേരും കുറ്റക്കാരാ. അബോധാവസ്ഥയിൽ കിടന്ന സമയത്ത് ഞാൻ വന്ദനെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ജഗന് മാത്രമാ. അതിന്റെ പഴി മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്നത് തികഞ്ഞ വിവരക്കേടാ. അച്ഛനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്താ അച്ഛനും മോനും തമ്മിൽ പോരടിക്കാനാണോ ഭാവം? ഹരിതയ്ക്കും അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കു സുമേ. ദേ, അതിന്റെ അർത്ഥം വയസ്സായ അച്ഛനമ്മമാരെ എന്നേക്കുമായി ഉപേക്ഷിച്ച് മനോജ് പോകുന്നുവെന്നല്ല. അവരർഹിക്കുന്ന പരിഗണന അവർക്ക് എന്നും ഉണ്ടായിരിക്കും. ഇനി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അതെ, ഈ സുമലതയാ പറയുന്നേ. മോളെ, നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. വീട് മാറിക്കഴിഞ്ഞ മനോജിന് അച്ഛനമ്മമാരോടുള്ള ഉത്തരവാദിത്വം കൂടുകയുള്ളൂ. എന്താ അമ്മ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എങ്കിലേ എല്ലാരും ഊണ് കഴിക്കാൻ വരൂ. എന്താടാ അറച്ചു നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. കൊട്ടാ